നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഘാന സന്ദർശനം, അതോടൊപ്പം തന്നെ ഈ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന രാജ്യത്തിലെ സന്ദർശനം, ഇതെല്ലാം ഇസ്ലാമിക ശക്തികളെ, അവിടുത്തെ ഇസ്ലാമിസ്റ്റുകളെ ഒരു പരിധിവരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ ഒരു ഇസ്ലാമിക സംഘടന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ രാജ്യത്തിലേക്കുള്ള സന്ദർശനത്തെ ശക്തമായി അപലപിച്ചിരുന്നു. മാത്രമല്ല, ആ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതി സിവിലിയൻ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയത് ശരിയായില്ല എന്ന് അവർ അവിടുത്തെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു. ആ കത്തിൻ്റെ കോപ്പി ഇന്ത്യൻ എംബസിക്കും അവർ അയച്ചിരുന്നു. അതിൽ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം വേട്ട നടത്തുന്ന ഒരു ഭരണാധികാരിയാണ് എന്നതാണ്. അതായത് ഇന്ത്യയിലെ മതന്യൂനപക്ഷമായ മുസ്ലിങ്ങളെ നിരന്തരം നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സർക്കാരും വേട്ടയാടുന്നു എന്ന കള്ളപ്രചരണമാണ് അവർ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ നടത്തിയത്. മാത്രമല്ല, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് ഗുജറാത്തിൽ കലാപം നടന്നതെന്നും ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടതെന്നും ഇവർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, കശ്മീരിൻ്റെ സ്വയംഭരണാവകാശം എടുത്തു കളഞ്ഞ പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന് വലിയ സ്വീകരണം നൽകിയതിൽ ഈ സംഘടനയ്ക്ക് അതിയായ അമർഷമുണ്ടായിരുന്നു. ആ അമർഷമാണ് അവർ പ്രധാനമന്ത്രിക്ക് ഈ കത്തിലൂടെ ഉന്നയിച്ചത്. എന്തായാലും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വംശജരാൽ ധാരാളമുള്ള ഒരു രാജ്യമാണ്. അവിടുത്തെ ജനസംഖ്യയുടെ 35% ഇന്ത്യൻ വംശജരാണ്. 18% ഹിന്ദുക്കൾ അവിടെയുണ്ട്. അതിൽ 5% മുസ്ലിങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒരു ഹിന്ദു നേതാവ് എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനത്തെ ഇവർ വിമർശിക്കുന്നത്. ഇത് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ മാത്രമല്ല, അദ്ദേഹം ആദ്യ സന്ദർശനം നടത്തിയ ഘാനയിലും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടുത്തെ മുസ്ലിം മത പണ്ഡിതന്മാർ അവിടുത്തെ പ്രസിഡന്റ് മഹാമയോട് ഇസ്ലാം മതം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിം മതപണ്ഡിതനായ ഷെയ്ഖ് അബ്ദുൽ മാലിക് മൈഗ ആണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു പരാമർശനം നടത്തിയത്. വെള്ളിയാഴ്ച പള്ളി സമയം കഴിഞ്ഞ് ഭക്തജനങ്ങളെ, അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്ന വിശ്വാസികളെ ഇദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നു. ആ അഭിസംബോധനയ്ക്കിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ശേഷം അവിടുത്തെ പ്രസിഡന്റ് ഇത്തരത്തിൽ ഒരു മതമാറ്റം നടത്തണം എന്ന ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ കൃപ കൊണ്ടാണ് രണ്ടാമതും ഈ മഹാമ അവിടുത്തെ പ്രസിഡൻ്റായി വന്നത്. 2012 അന്നത്തെ പ്രസിഡൻറ്റിൻ്റെ മരണത്തെ തുടർന്ന് മഹാമ പ്രസിഡൻ്റാകുന്നത്. അദ്ദേഹം 2016 വരെ അധികാരത്തിൽ തുടർന്നു. പിന്നീട് കുറച്ചുനാൾ അധികാരത്തിലില്ലായിരുന്നു. 2024 വീണ്ടും എത്തിയത് അള്ളാഹുവിൻ്റെ കൃപ കാരണമാണ് എന്നും അതുകൊണ്ട് തന്നെ എത്രയും വേഗം ക്രിസ്ത്യൻ മതം ഉപേക്ഷിച്ച് ഇസ്ലാം മതത്തിലേക്ക് മാറണം എന്നും ഒരു അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് അവിടുത്തെ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുടെ തലവനായിട്ടുള്ള ഈ മുസ്ലിം പണ്ഡിതൻ. ഇത്തരത്തിൽ ഈ ഘാനയിലും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലുമെല്ലാം ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ശേഷം അവിടെ ചില ചലനങ്ങൾ ഇസ്ലാമിസ്റ്റുകളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന ചില സൂചനയാണ്. പക്ഷേ അതെല്ലാം വെറും ഒരു ഭയം മാത്രമാണ്. പ്രധാനമന്ത്രി അവിടെ പോയത് വികസനം ചർച്ച ചെയ്യാനാണ്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താനാണ്. ഘാന ഇന്ത്യയുമായി വലിയ വ്യാപാര ബന്ധമുള്ള രാജ്യമാണ്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയും അതുതന്നെയാണ്. കാരണം അവിടെയും ഇനിയും വ്യാപാരത്തിനുള്ള വലിയ അവസരങ്ങളുണ്ട്. കരീബിയൻ മേഖലയിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ഡയസ്പോറയുള്ള രാജ്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ രണ്ടു രാജ്യങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചത്. ഈ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. പ്രതിരോധ രംഗത്തും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലുമെല്ലാം സഹകരണങ്ങളോടൊപ്പം റെയർ മിനറൽസ് എന്നറിയപ്പെടുന്ന അപൂർവമായ ധാതുക്കൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമങ്ങളും ഈ സന്ദർശനത്തോടുകൂടി വിജയം കാണും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9074347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക.
ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.